ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഏക് ദിൻ എന്ന മൂവിയെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കയ്യിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനെയാണ് കാണിക്കുന്നത്. ഇവൻ്റെ പേര് ദിനേശ്. സ്നേഹത്തോടെ പലരും ദീനു എന്ന് വിളിക്കും. നമ്മുടെ നായകൻ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 4 മാസമായി അവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് ജോലിക്ക് വരുമ്പോൾ അവിടുത്തെ വാച്ച്മാൻ, മോനെ നീ അകത്തേക്ക് പോവാണോ, ആരാ നീ എന്ന് ചോദിക്കുകയാണ്. അവനും തൻ്റെ ID കാർഡ് കാണിച്ചിട്ട് ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവനെ കടത്തിവിടുന്നത്. 4 മാസമായി കാണുന്ന വാച്ച്മാൻ ഓരോ ദിവസവും തന്നെ മറന്നു പോകുന്നത് പോലെ തന്നെയാണ് ഈ സമൂഹവും തന്നെ മറക്കുന്നത് എന്ന് നമ്മുടെ നായകൻ അവിടെ പറയുന്നു. ആപ്പിൾ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണത്. അതിൽ സിസ്റ്റം എന്തെങ്കിലും കേടായാൽ അത് നന്നാക്കുന്ന ഒരു ടെക്നീഷ്യനായിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ആ ഓഫീസിലുള്ള ഒരു പെൺകുട്ടി വളരെ ദേഷ്യത്തോടെ അവിടേക്ക് വരികയാണ്. നമ്മുടെ നായകനോട് വളരെ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ ലാപ്ടോപ്പ് നന്നാക്കാൻ തന്നാൽ നീ അതെങ്ങനെ ശരിയാക്കാതെ തിരികെ നൽകും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു പയ്യൻ അവിടേക്ക് വരുന്നു. അവന് പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും. അവളെ പിന്തുണയ്ക്കുന്നതിലൂടെ അവളുമായി ഡേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമല്ലോ എന്ന് കരുതി അവൻ മനഃപൂർവ്വം നമ്മുടെ നായകൻ്റെ നേരെ ഭയങ്കരമായി ഒച്ചെടുക്കുന്നു. ഇവർ പറഞ്ഞ ജോലി നിനക്ക് മര്യാദയ്ക്ക് ചെയ്തുകൂടെ? പിന്നെ എന്തിനാ നീ ഈ കമ്പനി നിൽക്കുന്നത്? ഒരു പെൺകുട്ടിയോട് എങ്ങനെ സംസാരിക്കണമെന്നും പെരുമാറണമെന്നും പോലും നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നായകനെ അപമാനിക്കുന്നു. ഒരു ഘട്ടത്തിൽ ക്ഷമ നശിച്ച ദിനേശ്, സാർ ഞാൻ കമ്പ്യൂട്ടർ ശരിയാക്കി നന്നാക്കിയില്ല എന്ന് മാത്രം പറയരുത്. അവരുടെ കമ്പ്യൂട്ടറിലെ C ഡ്രൈവിൽ എത്ര മോശം ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നതെന്ന് അറിയാമോ? D ഡ്രൈവിൽ വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവർ C ഡ്രൈവിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ടാണ് സിസ്റ്റം തകരാറിലായത്. അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കാൻ തന്നെ ഞാൻ പാടുപെട്ടു എന്ന് പറയാണ്. ഇത് കേട്ട് ആ പെൺകുട്ടിക്ക് നാണക്കേടാവുന്നു. അവർ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ വീണ്ടും ആ പയ്യൻ നായകനോട്, എടാ ഇപ്പോഴും ഒരു പെൺകുട്ടിയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് നിനക്കറിയില്ലല്ലോ, ഇതൊക്കെ പരസ്യമായി പറയോ? പെൺകുട്ടികൾ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്, അതും നീ നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. നായകൻ്റെ വീടാണ് അടുത്ത് കാണിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് പയ്യനാണ് അവൻ. അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഇപ്പോൾ ആഗ്രയിലാണ്. രാത്രിയായാൽ അവർ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ പോലും നായകന് ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്നും സംസാരിച്ചുറപ്പിക്കട്ടെ എന്നും അമ്മ ചോദിക്കുന്നുണ്ട്. എന്നാൽ നായകന് അവനെക്കുറിച്ച് തന്നെ വലിയ അപകർഷതാബോധമുണ്ട്. താൻ സുന്ദരനല്ല, പോയി പെണ്ണ് കണ്ടിട്ട് അവൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ നാണക്കേടാവുമെന്ന് പറഞ്ഞ് വരുന്ന ആലോചനകളെല്ലാം അവൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. ഇതെല്ലാം മാറ്റിവെച്ചാൽ അവൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ വൺ സൈഡായി പ്രണയിക്കുന്നുമുണ്ട്. ആ പെൺകുട്ടി തൻ്റെ പേര് വിളിച്ചെങ്കിലും ഒരു തവണയെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെയാണ് അവൻ എന്നും ഓഫീസിലേക്ക് വരുന്നത്. ജോലി ചെയ്യുന്നതിനിടയിൽ മനസ്സിന് റിലാക്സേഷൻ കിട്ടാനായി അവൻ നോക്കുന്നത് താൻ പ്രണയിക്കുന്ന മീരയാണ്. മീര വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. എല്ലാവരോടും വളരെ ഫ്രീ ആയി സംസാരിക്കും. നീ താഴെ ഞാൻ മുകളിൽ എന്ന വേർതിരിവൊന്നും അവൾക്കില്ല. അവൾ ടേബിളിൽ ഇരിക്കുന്ന കോഫി ഗ്ലാസ്സോ അവൾ കഴിച്ച പാത്രമോ എന്തു തന്നെ ആയാലും അവൾ തന്നെ കഴുകി വെക്കും. അവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൾ ഒരുപാട് നല്ല ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ജോലി തീരുന്ന സമയത്ത് റിലാക്സ് ചെയ്ത് നോക്കുന്നത് നായകൻ്റെ പതിവാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൾ ഒരിക്കലും എന്നോട് സംസാരിക്കില്ല എന്ന് അവൻ കരുതിയിരുന്ന മീര നായകൻ്റെ ക്യാബിനിലേക്ക് വരുന്നു. ഹായ് സർ, ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യാമോ? എൻ്റെ ലാപ്ടോപ്പ് പെട്ടെന്ന് ഓൺ ആവുന്നില്ല, ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ നായകന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. മീരയാണോ നമ്മളോട് വന്ന് സംസാരിക്കുന്നത് എന്ന് കരുതി അവൻ വേഗം വന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് നന്നാക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ അറിയാതെ സ്നോ മിക്കു എന്നൊരു ചെറിയ ബൊമ്മ താഴെ ഇടുന്നു. അത് ജപ്പാനിൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. മീര അത് കൂടുതലായി കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തം 7 ബൊമ്മകൾ കളക്ട് ചെയ്യണം. അതിൽ 6 എണ്ണം അവൾ സ്വന്തമാക്കിയിരിക്കുന്നു. അയ്യോ, അറിയാതെ നിങ്ങളുടെ സ്നോ മിക്കു ഞാൻ താഴെ ഇട്ടു, സോറി എന്ന് നായകൻ പറയുമ്പോൾ, ഓ നിങ്ങൾക്ക് സ്നോ മിക്കുവിനെ പറ്റി അറിയാമോ? സത്യത്തിൽ എൻ്റെ അച്ഛൻ കാരണമാണ് ഞാനിത് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് മീര നായകനോട് വളരെ ഫ്രീ ആയി സംസാരിക്കാൻ തുടങ്ങുന്നു. നായകന് അത് വളരെ സന്തോഷമാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പേരെന്താണ് എന്ന് അവൾ ചോദിക്കുകയാണ്. ദീനു എന്ന് പറഞ്ഞിട്ട് അല്ല, ദിനേശ് എന്നവൻ തിരുത്തി പറയുന്നു. സംസാരിക്കുന്നതിനിടയിൽ തനിക്ക് ജപ്പാനിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നും തനിക്കായി ചില ബക്കറ്റ് ലിസ്റ്റുകൾ ഉണ്ടെന്നും അവൾ പറയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ ലാപ്ടോപ്പ് ശരിയാക്കി നൽകിയപ്പോൾ അവൾ നന്ദി പറയുന്നുണ്ട്. മീര തന്നോട് സംസാരിച്ചതിൻ്റെ അതിയായ സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടി ബാത്റൂമിൽ പോയി തിരികെ വരുന്നു. ഇതുവരെ നായകനോട് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന മീര നേരെ അവിടുത്തെ HR ക്യാബിനിലേക്കാണ് പോകുന്നത്. ആ HR അവൾ വളരെ രസകരമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവൾ ആ HR കുറെ കാലമായി പ്രണയിക്കുന്നുണ്ട്. ആ കമ്പനിയുടെ HR പേര് നകുൽ എന്നാണ്. അയാൾക്ക് നേരത്തെ തന്നെ വിവാഹം കഴിഞ്ഞതാണ്. എന്നാൽ കുറച്ചു നാളായി ഭാര്യയുമായി പ്രശ്നങ്ങളിലാണെന്നും
ഉടൻ തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യുമെന്നും അതിനുശേഷം നിന്നെ വിവാഹം കഴിക്കുമെന്നും പറഞ്ഞാണ് മീരയെ അയാൾ പ്രണയിക്കുന്നത്. ഇപ്പോഴും ആ ക്യാബിനിൽ നകുൽ തൻ്റെ ഭാര്യയായിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. അവർ ഡിവോഴ്സ് കൊടുക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. അതിൽ അയാൾ ടെൻഷനിലാണെന്ന് കാണിക്കുമ്പോൾ മീരയാണ് അവിടെ വന്ന് അയാളെ സമാധാനിപ്പിക്കുന്നത്. ഞാനിങ്ങനെ ഡിവോഴ്സ് വാങ്ങാതെ നിൽക്കുന്നത് കാരണം നിനക്ക് എത്ര ബുദ്ധിമുട്ടുകളുണ്ട് മീര, നീ വിഷമിക്കണ്ട, ഈ പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്നയാൾ പറയാണ്. മീരയ്ക്ക് ഈ ബന്ധത്തിൽ ഒട്ടും സമാധാനമല്ല. ഇവർ തമ്മിലുള്ള ബന്ധം ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാം. ഇവർ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് ഓഫീസിലെ പെൺകുട്ടികൾ ഇവരെക്കുറിച്ചാണ് ഗോസിപ്പുകൾ പറയാറുള്ളത്. നകുൽ ഇടയ്ക്കിടെ മീരയെ വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുപോയി ലഞ്ചും ഡിന്നറും ഒക്കെ വാങ്ങി നൽകാറുണ്ട്. ഇതൊക്കെ വലിയ സങ്കടത്തോടെയാണ് ദിനേശ് നോക്കി കാണുന്നത്. അങ്ങനെ ഡിന്നർ കഴിഞ്ഞ മീര വീട്ടിൽ വരുന്നു. അവളൊരു കൂട്ടുകാരിക്കൊപ്പമാണ് താമസിക്കുന്നത്. നകുൽ ഇന്ന് ഭാര്യയായിട്ടുള്ള ഡിവോഴ്സ് പ്രോസസ് തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോഴാണ് സമാധാനമായത്. കുറച്ച് നാൾക്കുള്ളിൽ തന്നെ ഞാൻ അവനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓഫീസിൽ നകുൽ വളരെ പ്രഷറോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. സാധാരണ നമ്മുടെ ഓഫീസിൽ ശനിയും ഞായറും ലീവാണ്. പിന്നെ വർഷത്തിൽ 3 ദിവസം ഗോവയിലേക്ക് ട്രിപ്പ് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഇത്തവണ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി. അപ്പോഴാണ് അയാൾ ആ സർപ്രൈസ് പൊട്ടിക്കുന്നത്. ഗൈസ്, ഇത്തവണ ഗോവയിലേക്കല്ല, നമ്മൾ ജപ്പാനിലേക്കാണ് പോകുന്നത്, അതും 5 ദിവസത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയി സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് മീര നകുലിനെ നോക്കി ഒരുപാട് സന്തോഷിക്കുകയാണ്. മീരയോട് നകുൽ പറയുന്നുണ്ട്, ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് തന്നെ നമുക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും 5 ദിവസം അവിടെ നിൽക്കും, എന്നാൽ നമ്മൾ രണ്ടുപേരും എക്സ്ട്രാ 2 ദിവസം കൂടി അവിടെ നിൽക്കും. അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് കേട്ട് മീരയ്ക്ക് നമ്മൾ കുറച്ച് ധൃതി കാണിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ട്. നീ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം പോരെ നമ്മളിങ്ങനെ തനിച്ച് നിൽക്കുന്നത് എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നകുൽ കേൾക്കുന്നില്ല. എപ്പോഴെങ്കിലും ഒരിക്കലല്ലേ ഇങ്ങനെ പ്ലാൻ ചെയ്യാനാവൂ എന്ന് പറഞ്ഞ് അവർ ജപ്പാനിലെത്തുന്നു. അവിടെ എല്ലാവരും സന്തോഷത്തോടെ മഞ്ഞിൽ കളിച്ചും കാഴ്ചകൾ കണ്ടും നടക്കുന്നു. മീരയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളും അവർ കാണുന്നുണ്ട്. അതേ ജപ്പാൻ ട്രിപ്പിൽ നമ്മുടെ നായകനും വന്നിട്ടുണ്ട്. താൻ പ്രണയിക്കുന്ന മീര HR നകുലിനോടൊപ്പം സന്തോഷത്തോടെ നടക്കുന്നതൊക്കെ കണ്ട് അവനും വല്ലാതെ സങ്കടം തോന്നുന്നുണ്ട്. മഞ്ഞിൽ സ്കേറ്റ് ചെയ്യുന്നതിനിടയിൽ മീരയ്ക്ക് അവളുടെ 6ാമത്തെ സ്നോ മിക്ക് കൂടി കിട്ടുന്നു. എന്നാൽ അതിലെ ചീഫ് എന്ന് പറയുന്ന 7ാമത്തെ ബൊമ്മ മാത്രം കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് അവൾ നകുലിനോട് പറയുന്നുണ്ട്. മീര സ്കേറ്റ് ചെയ്യുമ്പോൾ നകുൽ അവളെ താങ്ങി പിടിക്കുന്നത് നായകൻ ദൂരെ നിന്ന് ശ്രദ്ധിക്കുന്നു. അത് ശ്രദ്ധിച്ച് നിൽക്കുന്നതിനിടയിൽ കൂടെ സ്കേറ്റ് ചെയ്യുന്ന തന്റെ സുഹൃത്തിനെ അവൻ പേടിക്കാൻ വിട്ടുപോകുന്നു. അവൻ താഴെ വീഴാണ്. എടാ ദിനേശേ, നിന്റെ സ്വഭാവം വല്ലാതെ മാറുന്നുണ്ട്. എന്തിനാടാ പെൺകുട്ടിയെ ഇങ്ങനെ നോക്കുന്നത്? അവളെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ നിന്നതാ എന്ന് അവൻ വളരെ സങ്കടത്തോടെ പറയുന്നു. അപ്പോഴാണ് അവിടെ വലിയൊരു മണി കാണുന്നത്. ജപ്പാനിൽ അവിടുത്തെ ആളുകൾ മനസ്സിൽ ആഗ്രഹങ്ങൾ വിചാരിച്ചുകൊണ്ട് ആ മണി അടിച്ചാൽ ചിലതൊക്കെ സാധിക്കും അത്രേ. അതൊരു വിഷ് ബെല്ലാണെന്ന് പലരും പറയുന്നുണ്ട്. നമ്മുടെ നായകൻ ആ മണിയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ നിന്നും മീരയെ നോക്കുന്നുണ്ട്. എത്ര മനോഹരിയായ പെൺകുട്ടി, തീർച്ചയായിട്ടും അവൾ എന്നെ പ്രണയിക്കില്ല. എന്നാൽ ചുരുങ്ങിയത് ഒരു ദിവസത്തേക്കെങ്കിലും അവൾ എന്നെ ഒന്ന് പ്രണയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് മനസ്സിൽ വിചാരിച്ച് മണിയടിക്കാതെ അവൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചെറിയ കാറ്റ് വീശുകയും ആ കാറ്റിൽ ആ മണി പെട്ടെന്ന് മുഴങ്ങാനും തുടങ്ങുന്നു. അവിടെ നിന്നാണ് ചില അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങുന്നത്. ഇവർ ജപ്പാൻ ട്രിപ്പിന് വന്നിരിക്കുകയാണല്ലോ. അപ്പോഴാണ് അവിടേക്ക് പുതുതായി ഒരു സ്ത്രീ വരുന്നത്. അത് മറ്റാരുമല്ല, HR നകുലിന്റെ ഭാര്യയാണ്. സ്വന്തം ഭാര്യയെ കണ്ട് നകുൽ ഞെട്ടിപ്പോവാണ്. നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തൽക്കാലിൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വന്നു. ഇനി നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ സമയം ചെലവഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവർ ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് മീര ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്തൊരു ഷോക്കാവുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് താനുമായ റിലേഷൻഷിപ്പിലായിരിക്കെ അയാൾ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന്. ശരിക്കും അവർ ഒന്നിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. മീര ആകെ തകർന്നു പോവാണ്. ഇതെല്ലാം നായകനും ശ്രദ്ധിക്കുന്നുണ്ട്. മീര വല്ലാതെ തകർന്ന് അവളുടെ റൂമിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. നകുലും ഭാര്യയും ഓഫീസിലെ മറ്റെല്ലാവരും ട്രിപ്പ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനിടയിൽ പെൺകുട്ടികൾ ഗോസിപ്പ് പറയുന്നത് നായകൻ കേൾക്കുന്നുണ്ട്. ഈ നകുൽ ഭയങ്കര ഫ്രോഡാണല്ലോ, ഭാര്യയെ നാട്ടിലാക്കിയിട്ട് ഡിവോഴ്സ് വാങ്ങുമെന്ന് പറഞ്ഞ് മീരയെ വളച്ചു. ഇനി നമ്മളെയൊക്കെ നാട്ടിലേക്ക് പറഞ്ഞയച്ച് 2 ദിവസം ഇവിടെ നിൽക്കുമല്ലോ, അപ്പോൾ അയാൾ ഭാര്യയോടൊപ്പം നിൽക്കുമോ അതോ മീരയോടൊപ്പം നിൽക്കുമോ എന്ന് പറഞ്ഞ് അവർ ചിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നായകന് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവരും റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. മീരയും അവിടെ വരുന്നു. മീരയെക്കുറിച്ച് മറ്റുള്ളവർ പിന്നിൽ നിന്ന് മോശമായി സംസാരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഇരിക്കാൻ അവിടെ വേറെ ടേബിളൊന്നുമില്ല. നകുലിൻ്റെ ടേബിൾ മാത്രമാണ് അവിടെ ഒഴിവുള്ളത്. അവിടെ ഭാര്യയുണ്ട്. മീര അവിടെ ഇരുന്നാൽ അവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതി നായകൻ പോയി അവിടെ ഇരിക്കുകയാണ്. എങ്കിലും മറ്റുള്ളവർ മീരയ്ക്ക് അവിടെ മറ്റൊരു കസേര ഇട്ട് കൊടുക്കുന്നു. മീര വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇതിനിടയിൽ നകുലിൻ്റെ ഭാര്യ, മീര, നിന്നെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കമ്പനിയിലെ ടോപ്പ് പെർഫോമർ ആണെന്നും നിന്നെ ഒരു സഹോദരിയെ പോലെയാണ് അവൻ കാണുന്നതെന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളായി നിന്നോട് ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചു. ഞാൻ ഗർഭിണിയാണ്, 4 മാസം. ഇത് നകുൽ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മീരയ്ക്ക് സങ്കടം സഹിക്കാനാവാതെ വരികയാണ്. അവൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുന്നു. ഇതും നായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ മീര അവിടെ ഇരുന്ന് കരയുകയാണ്. അവളെ സമാധാനിപ്പിക്കണമെന്ന് നായകൻ കരുതുന്നുണ്ടെങ്കിലും താൻ ചെന്നാൽ അവൾ സമാധാനിക്കപ്പെടുവോ എന്നൊരു അപകർഷതാബോധം അവനെ തടയുന്നു.
അങ്ങനെ ആ 5 ദിവസവും പൂർത്തിയാവുന്നു. ഓഫീസിലെ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങാണ്. മീര മാത്രം എക്സ്ട്രാ 2 ദിവസം നിൽക്കുന്നത് കൊണ്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരികയാണ്. മീരയുടെ കൂടെ നിന്ന് അവളെ നോക്കാമല്ലോ എന്ന് കരുതി നായകനും നാട്ടിലേക്ക് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നു. അന്ന് രാത്രി മീര എവിടെ പോകുമെന്നറിയാതെ നകുൽ ഭാര്യയോടൊപ്പം ഉള്ളതുകൊണ്ട് അവൾ മദ്യപിച്ച് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. മീരയെ ഫോളോ ചെയ്ത് നായകനും അവിടെ എത്തുന്നു. നകുലിനെ ഓർത്ത് മീര ഒരുപാട് മദ്യപിക്കുന്നുണ്ട്. അയാൾ പറഞ്ഞ ഓരോ വാക്കും ഓർത്ത് അവൾ അവിടെ ഇരുന്ന് കരയാണ്. ഒരു ഘട്ടത്തിൽ അമിതമായി മദ്യപിച്ച് അവൾ ആ മഞ്ഞ് വീണ ചെറിയ കാട്ടിലൂടെ നടക്കാൻ തുടങ്ങുകയും അവിടെ വഴുതി വീഴുകയും ചെയ്യുന്നു. ദൂരെ നിന്ന് ഇത് കണ്ടുകൊണ്ടിരുന്ന നായകൻ ഭയന്ന് കാട്ടിലേക്ക് ഓടുകയാണ്. മഞ്ഞിൽ അവനെ കൊണ്ട് അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല. അവൻ റെസ്റ്റോറൻറ്റിലുള്ളവരെ വിളിച്ച് പോലീസിനെയൊക്കെ വരുത്തി അവിടെ തിരച്ചിൽ നടത്തുന്നു. അപ്പോഴാണ് മീര മഞ്ഞിൽ ചുരുണ്ടു വീണ് കിടക്കുന്നത് കാണുന്നത്. എങ്ങനെയാണെങ്കിലും അവളെ രക്ഷിച്ച് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിൽ വല്ലാതെ പേടിച്ചു പോയ നായകൻ ഫോമിലൊക്കെ ഒപ്പിട്ട് നൽകി അവളെ ചികിത്സയ്ക്ക് കയറ്റുന്നു. അവിടുത്തെ ഗുജറാത്തിയായ ഒരു ഡോക്ടർ മീരയെ രക്ഷിച്ചെടുക്കുന്നു. മീര അടുത്ത ദിവസം കണ്ണു തുറക്കാണ്. എന്നാൽ അവൾക്ക് കഴിഞ്ഞ 2 വർഷമായി നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. താൻ എങ്ങനെ ജപ്പാനിലെത്തി എന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. മുന്നിൽ നിൽക്കുന്ന നായകനെ കണ്ട് അയാൾ ആരാണെന്നും ചോദിക്കുന്നുണ്ട്. അവൾക്ക് സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രത്യേകതരം രോഗം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അതൊരു ഡിസോർഡറാണ്. അതായത് കഴിഞ്ഞ 2 വർഷത്തെ ഓർമ്മകൾ മാത്രം അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ദിവസം അവൾക്ക് 2 വർഷം മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുണ്ടാകൂ എന്ന് ഡോക്ടർ നായകനോട് പറയുന്നു. നാളെ അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പഴയതെല്ലാം ഓർമ്മ വരും. എന്നാൽ ഈ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ അവൾ മറന്നുപോകും. ഇതാണ് ഈ ഡിസോർഡറിന്റെ ഒരു പ്രശ്നം എന്ന് ഡോക്ടർ പറയാണ്. നീ മീരയുടെ ഭർത്താവാണോ എന്ന് ചോദിക്കുമ്പോൾ നായകൻ അതെ എന്ന് തലയാട്ടുന്നു. മീരയോടും ഡോക്ടർ ഈ രോഗത്തെക്കുറിച്ച് പറയാണ്. മീരയ്ക്ക് വല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം എന്ത് നടന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അതെ എന്ന് പറയുന്നു. ഈ പയ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ നിന്റെ ഭർത്താവാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ മീരയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. നായകൻ അവിടെ വെച്ചിട്ട് ഞാൻ നിന്റെ ഭർത്താവല്ല, എന്നാൽ ഉടൻ തന്നെ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എന്ന് മീരയോട് പറയുന്നു. മീരയും ഉറങ്ങി എഴുന്നേറ്റാൽ തൻ്റെ ഓർമ്മകൾ തിരിച്ചു വരുമല്ലോ എന്നും ഈ ഒരു ദിവസം മാത്രമല്ലേ മെമ്മറി ലോസ് ഉള്ളൂ എന്നൊക്കെയുള്ള സമാധാനത്തിൽ നായകൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ അവൾ നായകനെയാണ് കാമുകനായി കരുതുന്നത്. ഞാൻ നിന്നെ എങ്ങനെയാണ് പ്രണയിക്കാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് നായകൻ പറയുന്നു. നമ്മൾ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മീര തന്റെ ഫോൺ ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. ഫോൺ താഴെ വീണ് കേടായിരിക്കുകയാണ്. അതിനാൽ നായകന്റെ ഫോണാണ് നോക്കുന്നത്. അതിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അല്ലാതെ വേറെ ഒന്നുമില്ല. എന്താ നമ്മൾ ഫോട്ടോസ് ഒന്നും എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓഫീസിലെ പ്രണയമായതുകൊണ്ട് പുറത്താരും അറിയരുത് എന്ന് നീയാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഫോട്ടോസ് ഒന്നും എടുക്കാതിരുന്നത് എന്ന് പറഞ്ഞ് നായകൻ തടി തപ്പുന്നു. എന്നാൽ മീരയ്ക്ക് ചെറിയ സംശയമുണ്ട്. അപ്പോഴാണ് അവളുടെ ബക്കറ്റ് ലിസ്റ്റ് നായകൻ അവൾക്ക് കൊടുക്കുന്നത്. നോക്ക്, നീ ഇതൊക്കെ തീർക്കണമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും പോയതിനു ശേഷവും നമ്മൾ എക്സ്ട്രാ 2 ദിവസം ഇവിടെ നിൽക്കുന്നത് എന്ന് നായകൻ പറയാണ്. മീരയ്ക്ക് വല്ലാതെ സന്തോഷമായി. അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ ഫോണിൽ നിന്നും അമ്മയെ വിളിക്കുന്നു. മീരയുടെ അമ്മയ്ക്ക് മീര HR നകുലിനെയാണ് ലവ് ചെയ്യുന്നത് എന്നറിയാമായിരുന്നു. കല്യാണത്തിന് മുമ്പ് ജപ്പാനിൽ നിങ്ങളിങ്ങനെ തങ്ങുന്നൊന്നും ശരിയല്ല, 2 പേരും വേറെ വേറെ റൂമിൽ നിൽക്കണം എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോഴാണ് താൻ പ്രണയിക്കുന്ന ആളുടെ പേര് നകുൽ എന്നാണെന്ന് മീരയ്ക്ക് മനസ്സിലാവുന്നത്. അവൾ നായകനോട് നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൻ നകുൽ എന്ന ആ HR പേര് പറയുന്നു. അതോടെ ഇവനാണ് കാമുകൻ എന്ന് മീര ഉറപ്പിക്കുകയാണ്. നമ്മൾ എത്ര നാളായി പ്രണയിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ 6 മാസമായി എന്ന് അവൻ പറയുന്നു. സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നായകൻ മീരയോട് പറയുന്നുണ്ട്, നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ബ്രേക്കപ്പ് ചെയ്താലോ? എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്കിടയിൽ ഒരു ചെറിയ വഴക്കുണ്ടായിരുന്നു, അതിനാൽ ഇന്നൊരു ദിവസം നമുക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാം എന്ന് പറയുന്നു എന്നവൻ ചോദിക്കുന്നു. മീരയും ഓക്കെ എന്ന് പറയുന്നു. അവിടെ ഒരു ബോക്സ് മ്യൂസിയം കണ്ട് അവൾ അവനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലെ ആദ്യത്തെ കാര്യം നടക്കുന്നു. അവിടെ ഒരു ചെറിയ കുട്ടി ഒരു ബൊമ്മ താഴെയോടൊന്ന് കളിച്ച് കാണിച്ചപ്പോൾ അത് പിടിക്കാൻ പോയ നായകൻ വലിയൊരു ബൊമ്മയുടെ മുകളിലേക്ക് വീഴുകയും അതെല്ലാം പൊട്ടിത്തകരുകയും ചെയ്യുന്നു. ഒരു 2 ലക്ഷം രൂപ ബില്ല് അടച്ചിട്ടാണ് അവൻ പുറത്തു വരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മീരയ്ക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ കുട്ടി പുറത്തൊരു കാറിന് മുന്നിലേക്ക് വീഴാൻ പോകുന്നു. ആ കുട്ടിയെ രക്ഷിക്കാൻ നായകൻ അവനെ തള്ളി മാറ്റുകയും അവൻ ആ കാറിന് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. നല്ല സമയത്തിന് ആ കാറ് ബ്രേക്ക് ഇടുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന മീരയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നു. പിന്നീട് അവർ മഞ്ഞിലൂടെ നടന്നു പോകുമ്പോൾ നായകൻ അമ്മയുടെ കോൾ വരികയാണ്. അമ്മയോട് അവൻ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കണ്ട് മീരയ്ക്ക് ഇവനത്ര നല്ല പയ്യനാണെന്ന് തോന്നുകയാണ്. അപ്പോഴാണ് ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണെന്ന് നായകൻ മീരയോട് പറയുന്നത്. അതിനുവേണ്ടിയാണോ നമ്മൾ 2 ദിവസം എക്സ്ട്രാ നിന്നത് എന്നവൾ ചോദിക്കുമ്പോൾ അവൻ അതെ എന്ന് തലയാട്ടുന്നു. അതറിയാതെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് തീർക്കാൻ വേണ്ടി നടക്കുകയായിരുന്നല്ലോ ഞാൻ. ഇനി ബാക്കിയുള്ള ദിവസം നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് മീര സന്തോഷത്തോടെ പറയുന്നു. ഞാൻ റൂമിൽ പോയി റിഫ്രഷ് ആയി വരാം എന്ന് പറഞ്ഞ് അവൾ പോവാണ്. അപ്പോൾ നായകൻ ആ വിഷ് ബെല്ലിനെ തിരിഞ്ഞു നോക്കുകയാണ്. താൻ ആ ബെല്ലടിച്ചതിൽ പിന്നെയാണ് തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നത് എന്ന് അവൻ ഓർമ്മ വരുന്നു. പിന്നീട് ഇരുവരും ചേർന്ന് ഒരു സൈറ്റ് സീയിങ്ങിന് പോവാണ്. വളരെ മനോഹരമായ എന്നാൽ കുറച്ച് ചൂടുള്ള സ്ഥലമാണത്. ആ മഞ്ഞിലും അവിടെ ചൂടുവെള്ളം വരുന്നുണ്ട്. ആ ചൂടുവെള്ളം എങ്ങനെയാണ് വരുന്നത്, അതിന് പിന്നിലെ സയൻസ് എന്താണ് എന്നൊക്കെ നായകൻ അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്നാൽ അവൻ സംസാരിക്കുമ്പോൾ മീരയുടെ കണ്ണിൽ നോക്കുന്നില്ല. അത് ശ്രദ്ധിച്ച മീര എന്താ എൻ്റെ കണ്ണിൽ നോക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവന് നാണം വരുന്നു. ശരി, നമുക്കൊരു മത്സരം വയ്ക്കാം. നീ എൻ്റെ കണ്ണിൽ 1 മിനിറ്റ് നോക്കിക്കൊണ്ടിരിക്കണം, കഴിയുമെങ്കിൽ ചെയ്യ് എന്നവൾ പറയുന്നു. നായകന് അതിന് കഴിയുന്നില്ല.
അവൻ താഴോട്ടേക്ക് നോക്കി നിൽക്കുന്നു. ഒടുവിൽ അവൻ 1 മിനിറ്റ് അവളുടെ കണ്ണിലേക്ക് നോക്കുന്നു. എന്നാൽ അപ്പോൾ മീരയ്ക്ക് അവന്റെ കണ്ണിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. അവൾ നാണത്തോടെ താഴോട്ട് നോക്കുന്നു. അതിനുശേഷം അവരൊരു മഞ്ഞുമലയ്ക്കടിയിലുള്ള ബുദ്ധക്ഷേത്രത്തിലേക്ക് പോവാണ്. അതും മീരയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതാണ്. അങ്ങനെ മീരയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോ സ്ഥലത്തേക്കും അവൻ അവളെ കൊണ്ടുപോകുന്നു. അതൊക്കെ കണ്ട് അവൾ ഒരുപാട് എക്സൈറ്റഡ് ആവുന്നുണ്ട്. സ്നോ മിക്കു കളക്ട് ചെയ്യാൻ പോയപ്പോൾ നിന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ 6 ഉണ്ട്, അതിൽ ചീഫ് മാത്രമാണ് ഇല്ലാത്തത് എന്ന് അവൻ പറയുന്നു. ഇപ്പോൾ പുതുതായി കളക്ട് ചെയ്ത സ്നോ മിക്കുവിനെ മീര നായകന് ഗിഫ്റ്റായി കൊടുക്കുന്നു. പിന്നീട് അവർ ഒരുമിച്ച് ഐസ്ക്രീം കഴിക്കുന്നു. മീര തന്റെ ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങാൻ കടയിൽ വന്നപ്പോൾ ഫോൺ ഓൺ ആവുന്നുണ്ട്. നായകനെ കുറിച്ച് ഭയം തോന്നുന്നുണ്ട്. അപ്പോഴാണ് വാട്സാപ്പിൽ നകുൽ അയച്ച മെസ്സേജുകൾ അവൾ കാണുന്നത്. എന്തിനാ ഇത്രയധികം സോറി പറഞ്ഞിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ആ HR നകുൽ ചോദിച്ചതാണ്. അത് നമുക്കിടയിൽ ചെറിയൊരു വഴക്കുണ്ടായത് കൊണ്ട് ഞാൻ സോറി പറഞ്ഞതാണ്. നീ ഇനി ആ ഫോൺ നോക്കണ്ട, ഫോൺ വെക്ക്, നമുക്ക് സമയം ചെലവഴിക്കാം എന്ന് പറഞ്ഞ് അവനത് മറച്ചു വെക്കുന്നു. അന്ന് രാത്രി അവരൊരു ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ മഞ്ഞ് വീഴ്ച കാരണം ട്രെയിൻ ക്യാൻസലായി എന്നറിയുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു ചെറിയ മാർക്കറ്റ് പോലെയുണ്ട്. അവിടെ അവർ സമയം ചെലവഴിക്കുന്നു. മീര ഒരു ചെറിയ കപ്പ് കേക്ക് കൊണ്ടുവന്ന് നായകന് നൽകി കേക്ക് മുറിച്ച് അവന്റെ പിറന്നാൾ ആഘോഷിക്കുന്നു. നീ എന്നെ എങ്ങനെയാ പ്രപ്പോസ് ചെയ്തത് എന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ വല്ലാതെ ആവുന്നു. കാരണം സത്യം അറിഞ്ഞാൽ എല്ലാം കുഴപ്പമാവുമല്ലോ, അതൊക്കെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത് എന്നവൻ ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരൊറ്റ തവണ കൂടി നീ എന്നെ പ്രപ്പോസ് ചെയ്യൂ എന്നവൾ ചോദിക്കുന്നു. നായകന് എന്ത് ചെയ്യണമെന്നറിയാതെ സിനിമയിലൊക്കെയുള്ള ചില ഡയലോഗുകൾ പറയുന്നു. എന്നാൽ അതൊക്കെ വളരെ ആർട്ടിഫിഷ്യൽ ആണെന്നും മനസ്സിലുള്ളത് പറയാനും മീര പറയുന്നുണ്ട്. ആരും തിരിഞ്ഞു നോക്കാത്ത എന്നെ നീ തിരിഞ്ഞു നോക്കി, ആരും ബഹുമാനിക്കാത്ത എന്നോട് നീ ബഹുമാനത്തോടെ സംസാരിച്ചു, എല്ലാവരും എന്നെ വട്ടപ്പേരിട്ട് കളിയാക്കിയപ്പോൾ നീ എൻ്റെ യഥാർത്ഥ പേര് വിളിച്ചു. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ ഈ ഒരു ദിവസം കഴിയുമ്പോൾ നീ എല്ലാം മറന്നു പോകുമോ എന്നൊരു ഭയം എനിക്കുണ്ട് എന്ന് പറഞ്ഞ നായകൻ വളരെ ആത്മാർത്ഥമായി അവളെ പ്രപ്പോസ് ചെയ്യുന്നു. മീര ഇമോഷണലായി. ഞാനതെങ്ങനെ ഒരു ദിവസം കൊണ്ട് മറക്കും, നാളെ എനിക്ക് എല്ലാം ഓർമ്മ വരുമല്ലോ എന്ന് പറഞ്ഞ് നായകനെ കെട്ടിപ്പിടിക്കുന്നു. അവന് വല്ലാത്തൊരു ഫീൽ ആവുന്നുണ്ട്. പിന്നീട് മീരയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള പല സ്ഥലങ്ങളിലും അവൻ അവളെ കൊണ്ടുപോകുന്നു. അവിടെയൊക്കെ തന്റെ സങ്കടങ്ങളൊക്കെ മറന്ന് അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തുള്ളിച്ചാടി കളിക്കുന്നു. വീണ്ടും സ്നോ മിക്കുവിനെ കളക്ട് ചെയ്യാൻ പോയപ്പോൾ അവൾക്ക് ഇല്ലാതിരുന്ന ആ 7ാമത്തെ സ്നോ മിക്കു ചീഫ് അവൾക്ക് കിട്ടുന്നു. അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞ് ബക്കറ്റ് ലിസ്റ്റ് പൂർത്തിയാക്കി അവർ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങുന്നു. അപ്പോൾ മീരയ്ക്ക് അവളുടെ ജാക്കറ്റ് അഴിക്കാൻ കഴിയുന്നില്ല. നായകന്റെ സഹായത്തോടെയാണ് അവൾ അത് അഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് അവനോടൊരു പ്രത്യേക ഫീല് തോന്നുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ ദിവസം തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ എങ്ങനെ പ്രണയിച്ചു എന്ന് ഞാൻ മറന്നുപോയിരുന്നു. എന്നാൽ ഈ ഒരു ദിവസം നിന്നോടൊപ്പം ചെലവഴിച്ചപ്പോൾ നിന്നെ പ്രണയിച്ചത് തന്നെയാണ് ശരിയെന്ന് എനിക്ക് തോന്നി. ഐ ലവ് യു നകുൽ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് നായകൻ അവളെ തള്ളി മാറ്റുന്നു. താൻ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി അവൻ സത്യങ്ങളെല്ലാം അവളോട് പറയുന്നു. നീ സ്നേഹിച്ചത് കമ്പനിയിലെ HR ആയ നകുലിനെയാണ്. ഞാൻ അതേ കമ്പനിയിലെ വെറും ഒരു സാധാരണ ജോലിക്കാരനായ ദിനേശാണ് എന്നവൻ എല്ലാ കാര്യങ്ങളും പറയുന്നു. മീരയ്ക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല. ദേഷ്യം വന്ന അവൾ എന്നെ ഇങ്ങനെ മിസ്യൂസ് ചെയ്ത് ചതിച്ചില്ലേ എന്ന് പറഞ്ഞ് അവനെ അടിക്കുകയും അവിടെ നിന്ന് പുറത്തു പോകാൻ പറയുകയും ചെയ്യുന്നു. ഒരിടത്തിരുന്ന് കരയുന്ന മീര തന്റെ യഥാർത്ഥ കാമുകനായ നകുലിനെ വിളിക്കുന്നു. ഇവനാണോ എൻ്റെ ബോയ് ഫ്രണ്ട് നകുൽ എന്നവർ ചോദിക്കുമ്പോൾ നകുൽ ഭാര്യയോടൊപ്പമാണ്. ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പമാണ്, എന്തിനാ ഇങ്ങനെ ഫോൺ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത്, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. മീരയ്ക്ക് ആകെ തകർന്നതുപോലെ തോന്നുന്നു. വിവാഹം കഴിഞ്ഞ ഒരാളെയല്ലേ താൻ പ്രണയിച്ചത് എന്നൊരു ചോദ്യം അവളിൽ ഉണ്ടാവുന്നു. അപ്പോഴാണ് നായകൻ അവൾ താമസിക്കുന്ന റൂമിന് താഴെ ഇരിക്കുന്നത് അവൾ വീണ്ടും കാണുന്നത്. അവൾ നായകൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ വിവാഹിതനായ ഒരാളെയാണോ ലവ് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നായകൻ അതെ എന്ന് പറഞ്ഞ് നടന്നതെല്ലാം അവളോട് പറയുന്നു. മീര വല്ലാതെ തകർന്നു പോവാണ്. അവൻ എന്നെ ചതിച്ചോ എന്നോർത്ത് അവൾക്ക് സങ്കടം വരികയാണ്. എന്നാൽ അവൾക്ക് നകുലിൻ്റെ ഓർമ്മകൾ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് വലിയ വേദന തോന്നുന്നില്ല. നായകനോടൊപ്പം ചെലവഴിച്ച ആ ഒരു ദിവസം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് രാത്രി അവർ വീണ്ടും ഒന്നിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതായും സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നതായും കാണിക്കുന്നു. ഒടുവിൽ ഏതു മണിയാണോ ഇവർ രണ്ടുപേരെയും ഒന്നിപ്പിച്ചത് ആ വിഷ്വലിന് താഴെ വെച്ച് അവൾ അവനോടുള്ള പ്രണയം തുറന്നു പറയുന്നു. നേരം വെളുത്താൽ അവർക്ക് നാട്ടിലേക്ക് മടങ്ങണം. അന്ന് രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ ആ ഒരു ദിവസം നടന്നതെല്ലാം അവൾ മറന്നുപോകുമെന്ന് നായകനും അറിയാം. എന്നാൽ മീരയ്ക്ക് ഇതൊന്നും മറക്കരുത് എന്നുണ്ട്. ഈ ദിനേശ് മാത്രമാണ് എനിക്ക് അനുയോജ്യനായവൻ, ഇവനെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത് എന്നവൾ കരുതാണ്. ദിനേശിന്റെ കൈ പിടിച്ചുകൊണ്ട് നാളെ ഞാൻ നിന്നെ മറന്നുപോയാലും നീ എന്നെ ഉപേക്ഷിക്കരുത്, വന്ന് ഓർമ്മിപ്പിക്കണം എന്നവൾ പറയുന്നു. ദിനേശ് മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് മീര തന്റെ ഫോൺ എടുത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ അവൾ പറയുന്നുണ്ട്, മീര നീ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒന്നും ഓർമ്മയുണ്ടാവില്ല. നീ വീണ്ടും ആ നകുലിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. എന്നാൽ ആ നകുൽ ശരിയായ ആളല്ല. നിനക്ക് ഏറ്റവും അനുയോജ്യനായവൻ ഈ ദിനേശ് മാത്രമാണ്. ഈ ദിനേശ് നിന്നെ ഒരു ദിവസം പ്രണയിച്ചു. ആ ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തത്ര സന്തോഷം നിനക്ക് ലഭിച്ചു. നീ ഈ ദിനേശിനൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടെങ്കിൽ ഇതിലും കൂടുതൽ സന്തോഷിച്ചിരിക്കും. അതുകൊണ്ട് എപ്പോഴാണോ നീ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ ആ ദിനേശിനെ വിളിക്കുക, അവനോട് സംസാരിക്കുക, അവനോട് വീണ്ടും അടുക്കുക, നിനക്ക് അവനോട് പ്രണയം വരും എന്ന് പറഞ്ഞ് അവൾ ആ വീഡിയോ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം നായകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മീര അവന്റെ തോളിൽ ചാരി ഉറങ്ങുകയാണ്. നേരം വെളുക്കുന്നു. നായകന്റെ മടിയിലാണ് അവൾ കിടന്നുറങ്ങുന്നത്. പെട്ടെന്ന് ഉടന്നു നോക്കുമ്പോൾ ആരാടാ നീ എന്ന് ചോദിച്ചാൽ അവൾ പോലീസിനെ വിളിക്കാൻ പോകുന്നു. എന്നാൽ അതൊരു സ്വപ്നമായിരുന്നു.
നായകന് അവിടെ 2 തരത്തിലുള്ള ചിന്തകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഫോണിലെ വീഡിയോ കണ്ടിട്ട് അത് AI ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഫേക്ക് വീഡിയോ ആണെന്ന് കരുതി അവൾ തന്നെ തെറ്റിദ്ധരിച്ചാലോ? നമ്മളെപ്പോലുള്ള പയ്യന്മാർക്ക് ആ വിഷ് ഒരു ദിവസം മാത്രമേ നടക്കൂ, അത് വീണ്ടും ആവർത്തിക്കില്ല. അതുകൊണ്ട് ഈ ദിവസം വെറും ഒരു ഓർമ്മയായിരിക്കട്ടെ എന്ന് കരുതി മീര എടുത്ത ആ വീഡിയോ അവൻ ഡിലീറ്റ് ചെയ്യുകയും വിധിയുണ്ടെങ്കിൽ നമ്മൾ ഒന്നിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ മീര ഉറക്കമുണരുന്നു. അവൾക്ക് പഴയതെല്ലാം ഓർമ്മ വരുന്നു. വീണ്ടും നകുലിനെ ഓർത്ത് അവൾ സങ്കടപ്പെടുകയാണ്. ആ ഒരു ദിവസം നായകനെ പ്രണയിച്ചതൊക്കെ അവൾ ഇപ്പോൾ മറന്നിരിക്കുകയാണ്. അവളുടെ മുന്നിൽ പാസ്പോർട്ടും ഫ്ലൈറ്റ് ടിക്കറ്റും ഇരിക്കെ ഇന്ന് 12-ാം തീയതിയല്ലേ, അതെങ്ങനെ 13-ാം തീയതിയായി? ആ 12-ാം തീയതി എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ലഗേജ് ഒക്കെ പാക്ക് ആയിരിക്കുന്നതും എല്ലാം ക്ലീൻ ആയിരിക്കുന്നതും കണ്ട് അവൾ അത്ഭുതപ്പെടുന്നു. അതെല്ലാം എടുത്ത് അവൾ താഴേക്ക് വരികയാണ്. എയർപോർട്ടിലും പോകുന്നു. എയർപോർട്ടിൽ നായകനും അവളുടെ പിന്നാലെ തന്നെയുണ്ട്. അവളെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ മീരയ്ക്ക് അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ മീര ഇന്ത്യയിലെത്തുന്നു. നേരെ ഓഫീസിലെത്തി ജോലി രാജിവെച്ച് തന്റെ ഡെസ്കിലുള്ള ഫയലുകളൊക്കെ എടുത്ത് ലിഫ്റ്റിലേക്ക് വരുന്നു. അപ്പോൾ ആ ലിഫ്റ്റിൽ നായകനുണ്ട്. നായകനെ കാണുമ്പോൾ അവൾക്കൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിലും തനിക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നായകന്റെ മനസ്സ് തകരുകയാണ്. മീര തന്റെ വീട്ടിലെത്തുകയാണ്. കൂടെയുള്ള കൂട്ടുകാരി, ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നീ ആച്ചാറിനെ മുഴുവനായി മറന്നോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഫൈനാണ്, എന്നാൽ എന്തോ ഒന്നും നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അവൾ പറയുന്നു. മീര തന്റെ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ ആ സ്നോ മിക്കു എന്ന ബൊമ്മയുടെ ചീഫ് 7ാമത്തെ ബൊമ്മ ഇരിക്കുന്നത് കാണുകയാണ്. ഇതെനിക്ക് കിട്ടാതിരിക്കുകയായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇതെന്റെ ബാഗിൽ വന്നു എന്ന് അവൾ ഞെട്ടുകയാണ്. ഒപ്പം അവളുടെ ബക്കറ്റ് ലിസ്റ്റിലെല്ലാം ടിക്ക് ചെയ്തിരിക്കുന്നതും കണ്ട് അവൾ വല്ലാതെ അത്ഭുതപ്പെടുന്നു. അപ്പോൾ ആ 12-ാം തീയതി എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഞാൻ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ, എന്ത് ചെയ്തിട്ടുണ്ടാവും എന്നവൾ ചിന്തിക്കുന്നു. അപ്പോഴാണ് ബാഗിൽ ഡോക്ടറുടെ ഒരു ഫയൽ അവൾ കാണുന്നത്. തനിക്ക് വന്ന ഡിസോർഡറിനെ കുറിച്ച് അതിൽ എഴുതിയിരുന്നു. അപ്പോഴാണ് മീരയ്ക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവൾ തന്റെ ഫോൺ എടുത്ത് അതിലെന്തെങ്കിലും വീഡിയോ ഉണ്ടോ എന്ന് നോക്കുന്നു. അവൾ സ്വയം റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ഒഴികെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിൽ പോയതും ഡാൻസ് ചെയ്തതുമായ മറ്റു വീഡിയോകളെല്ലാം അതിലുണ്ട്. അതെല്ലാം എടുത്തത് നായകനായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുത്ത ആളോടൊപ്പമാണ് ഞാൻ സമയം ചെലവഴിച്ചത്. അവനോടൊപ്പം നിന്നപ്പോഴാണ് ഞാൻ ഇത്രയും സന്തോഷിച്ചത്. എന്നാൽ അവൻ ആരാണ്? ഞാൻ അവനുമായി എന്ത് ചെയ്യായിരുന്നു? അവനിപ്പോൾ എവിടെയാണ് എന്നൊക്കെ മീര ചിന്തിക്കുകയാണ്. ഒരു വീഡിയോയിൽ മീര നായകന്റെ കൈ പിടിച്ച് വലിക്കുന്നത് കാണാം. അതിൽ ആ കൈകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അത് കണ്ട് അവൾ ആ ഡോക്ടറെ വിളിച്ച് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യൻ നിന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാണാൻ കണ്ണാടിയൊക്കെ വെച്ച് വെളുത്തിട്ടാണ്. അവന്റെ കണ്ണാടിയിൽ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ ആ പയ്യനെ കണ്ടെത്തിയാൽ തന്റെ സന്തോഷം തിരികെ കിട്ടുമെന്ന് മീര വിശ്വസിക്കുന്നു. ഇവിടെ നമ്മുടെ നായകന്റെ കണ്ണാടി പൊട്ടിയിരിക്കുകയാണ്. അവൻ പുതിയ കണ്ണാടി വാങ്ങുന്നു. മീരയെ ഓർത്ത് അവൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നായകനെ കാണാൻ അവന്റെ അമ്മ വരുന്നു. എന്താ മോനെ താടിയൊക്കെ വളർത്തി ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ജപ്പാനിൽ നടന്ന കാര്യങ്ങൾ അവൻ അമ്മയോട് പറയുന്നു. എടാ, നിനക്കെന്താ ഭ്രാന്താണോ? നിന്നെ ഓർത്ത് നിനക്ക് തന്നെ അപകർഷതാബോധമാണോ? ഒരു ദിവസം കൊണ്ട് നീ ആ കുട്ടിയെ പ്രണയിച്ചതല്ലേ? ഇനി എത്ര ദിവസങ്ങളുണ്ട്? ആ കുട്ടി ഇപ്പോൾ ആ നകുലിനെ പിരിഞ്ഞല്ലേ വന്നിരിക്കുന്നത്. നീ വിചാരിച്ചാൽ വീണ്ടും അവളെ നിന്നെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കാം. പ്രണയം എന്നത് 2 മനസ്സുകൾ തമ്മിൽ ചേരുന്നതാണ്. നീ പോയി അവളെ കാണ്, അവൾ നിന്നെ മനസ്സിലാക്കും എന്ന് അമ്മ ഉപദേശിക്കുന്നു. ഒരു ദിവസം മീര സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അവിടേക്ക് നായകൻ വരുന്നു. ഹായ്, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഹേയ് ദീനു, ദിനേശ് അല്ലേ? നീ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പയ്യനല്ലേ എന്ന് അവൾ വളരെ സ്വാഭാവികമായി ചോദിക്കുന്നു. അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാനാണ് വന്നത് എന്ന് അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവിടെ ഒരു ആൻറ്റി ഒരു തക്കാളിയെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നത് കാണുന്നു. തക്കാളി എന്നതൊരു ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞ് നായകൻ അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. എന്ത് സംസാരിച്ചാലും അവൻ അത് ടെക്നിക്കലായിട്ടാണ് പറയുക. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ദിവസം നായകൻ സംസാരിച്ച ചില കാര്യങ്ങൾ അവൾക്ക് സ്ട്രൈക്ക് ആവുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഓർമ്മ വരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറയാണ്. അവൾ വളരെ എൻജോയ് ചെയ്ത് ചിരിക്കുന്നു. മീര, നീ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്കൊന്ന് കോഫി കുടിക്കാൻ പോയാലോ എന്നവൻ ചോദിക്കുമ്പോൾ, നാളെ നമുക്ക് ലഞ്ചിന് പോവാം എന്നവൾ പറയുന്നു. മീരയുടെ കൂട്ടുകാരി വന്നിട്ട്, നീ എന്തിനാണ് അവനെ ലഞ്ചിന് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, അവനെ കാണുമ്പോൾ വളരെ പരിചിതമായ ഒരാളെ പോലെയുണ്ട് എന്ന് മീര പറയുന്നു. പിറ്റേ ദിവസം നായകൻ അവൾക്കായി റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുന്നു. മീരയും അവിടെ വരുന്നു. നീ ഇവിടെ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് മീര. ജോലി എങ്ങനെയുണ്ട്? ഞാൻ ആ കമ്പനിയിൽ നിന്നും രാജിവെച്ചു. ഓ, നീയും രാജിവെച്ചോ? നീ എൻ്റെ കൂടെ ജപ്പാൻ ട്രിപ്പിന് വന്നില്ലായിരുന്നോ എന്നവൻ പറയുന്നു. അപ്പോൾ അവിടെ ഓർഡർ എടുക്കാൻ വന്നയാളോട് മീര ജപ്പാനിൽ വെച്ച് ഓർഡർ ചെയ്ത് അതേ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. അത് കാണുമ്പോൾ നായകന് ചിരി വരാണ്. മീരയ്ക്ക് ചെറിയൊരു സംശയമുണ്ട്. ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ അവൻ്റെ കണ്ണാടിയിൽ ഒരു പിന്നുണ്ടാവുമെന്ന്. അവൻ്റെ പുതിയ കണ്ണാടി കണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, ഈ കണ്ണാടി പുതിയതായി വാങ്ങിയതാണോ? അവൻ അതെ എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ തന്നെയാണ് തന്നോടൊപ്പം ജപ്പാനിൽ സമയം ചെലവഴിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പെട്ടെന്ന് അവൾ തൻ്റെ പേഴ്സിൽ നിന്നും ആ സ്നോ മിക്കു ബൊമ്മ എടുത്ത് മേശപ്പുറത്ത് വെക്കുന്നു. അത് വെച്ച ഉടനെ നായകന്റെ മുഖം മാറുന്നു. നിനക്ക് ജപ്പാനിൽ നടന്നതെല്ലാം ഓർമ്മ വന്നോ മീര എന്നവൻ ചോദിക്കുമ്പോൾ, ഓർമ്മ വന്നില്ല, പക്ഷെ എനിക്കത് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ് മീര കരയുന്നു. അപ്പോൾ നായകൻ അവളുടെ മൊബൈൽ ചോദിച്ചു വാങ്ങുന്നു. സത്യത്തിൽ നീ ജപ്പാനിൽ വെച്ചൊരു വീഡിയോ എടുത്തിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ അത് റീസൈക്കിൾ ബിന്നിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞ് ആ വീഡിയോ അവൻ മീരയെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ അവൾ സംസാരിച്ച വീഡിയോ കണ്ട് അവൾക്ക് വല്ലാതെ ആവുന്നു. ആ ഒരു ദിവസം തന്നോടൊപ്പം സമയം ചെലവഴിച്ച പയ്യൻ ഇവനാണെന്നും ഇവനുണ്ടെങ്കിൽ മാത്രമേ തൻ്റെ ജീവിതം മാറുകയുള്ളൂ എന്നും അവൾ ചിന്തിക്കുന്നു.
അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാണ്. ഫോൺ താഴെ വെച്ച് അവൾ നായകന്റെ നേരെ കൈകൾ നീട്ടി എന്നെ സ്വീകരിക്കോ എന്ന് ചോദിക്കുകയാണ്. നായകൻ അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ വെറും ഒരു ദിവസം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ കഥയും അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.